എക്സാമിൽ വരാം 10 മാർക്ക് കുറയും. കാരണം ആൾക്കാർ ഇവർക്ക് പ്രാന്തവളത്ത് അതൊന്നും പറയില്ല. കുളിക്കാൻ കയറി കൂറ കണ്ട എനിക്ക് അത്രയും പേടിയായി. ഹലോ സങ്കടം ഉണ്ടിട്ടോ, പക്ഷെ അത് കാണിച്ചാൽ കുറച്ച് അധികമായി. അമ്മയ്ക്കാണ് നമ്മള് പേയ്മെന്റ് സെൻഡ് ചെയ്യാൻ. വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും കൊണ്ടാന്നൊക്കെ പറയുന്നതായി. സോ ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൂ നോസ് മീ ബെറ്റർ എന്നാണ് ഇന്നത്തെ വീഡിയോ. സോ ഇതാണ് എൻ്റെ അമ്മ, സോ ഇതാണ് എൻ്റെ ഐഷു അനിയത്തി. സോ നിങ്ങൾ ഇവർ രണ്ടുപേരെയും വീഡിയോസിൽ കാണുന്നുണ്ടാവും. സോ അപ്പൊ ഇവരാണ് ആ വീഡിയോസിൽ കാണുന്ന രണ്ടുപേരും. ഫുള്ളിന്ന് അബദ്ധം തന്നെയാണല്ലോ ഗൈസ്. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണുന്ന രണ്ടുപേരും ഇവരാണ് ഗൈസ്. അതെന്നല്ല ആദ്യം പറഞ്ഞേ ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇവരിൽ ആരാണ് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോ. സോ ഐഷു ആണോ അമ്മയാണോ, ഇവരിൽ ആരെങ്കിലും ഒരാളെ ഞാൻ ഇന്ന് ഡിവോഴ്സ് ചെയ്യും. സോ ആ ഒരു ലെവലിലാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ഇന്നത്തെ വീഡിയോ പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആദ്യം ഈ ഒരു ഗെയിമിൻ്റെ നിയമാവലി ഞാൻ ഫസ്റ്റ് പറയാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ റോണി ഇവരെ കൊണ്ട് ശരിയ ഞാൻ പറയാം. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് 5 സെക്കൻഡ്സിനുള്ളിൽ ഇവർ കൈ പൊക്കണം. ആൻസർ ഇവർ തരണ്ട, കൈ പൊക്കണം. ആരെങ്കിലും ഒരാൾ 5 സെക്കൻഡ്സ്, ജസ്റ്റ് 5 സെക്കൻഡ്സ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞ് തീരുമ്പോഴേ കൈ പൊക്കണം. അവർക്കായിരിക്കും ഫസ്റ്റ് അവസരം ആൻസർ ചെയ്യാനുള്ള. എന്നിട്ട് സെക്കൻഡ് ആ ആളെ ആൻസർ കറക്റ്റ് പറഞ്ഞാൽ അവിടെ നിൽക്കും. ഇനി ഈ ആളെ ആൻസർ തെറ്റാണ് പറഞ്ഞെങ്കിൽ നമ്മൾ അടുത്ത മെമ്പറിലേക്ക് പോകും. സോ അതാണ് ഫസ്റ്റ് നിയമാവലി. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ പറയുക, ടോട്ടൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് സമ്മാനം ഉണ്ട്. അതാ ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് പറയാവുന്നതാ. ഈ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് എൻ്റെ വക 500 റുപ്പീസ് ഉണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ GPay ചെയ്ത് കൊടുക്കും 500 റുപ്പീസ്. അതിലൊരു മാറ്റവും ഇല്ല. അപ്പൊ രണ്ടാളും മുഖം ഒന്നും കൂടെ തിളങ്ങി 500 റുപ്പീസ് തരാം. 500 തരുള്ളൂ, അത് മതി. കാരണം എന്താ പറയുക, ഇതിൽ തന്നെ വരെ എവിടെ എത്തും എന്നുള്ളത് എനിക്ക് കാണണം. ഇതിന്റെ അടുത്തതിലൊക്കെ നമുക്കൊരു 1000 ഒക്കെ വെച്ച് കൊടുക്കാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ്. ഓക്കെ, ദെൻ എൻ്റെ ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഫുഡ്. ഫസ്റ്റ് അമ്മ എന്ത് കുഴിമന്തി, അതും കൂടെ വ്യക്തമാക്കാം. എന്റെ സാധാ കുഴിമന്തിയോ നോർമൽ ചിക്കൻ മന്തിയാണ് ഉദ്ദേശിച്ചത്. നോർമൽ ചിക്കൻ മന്തിയാണ്. ഓക്കെ, ഐശ്വര്യ എന്താ ഐശ്വര്യ അതന്നെയാണ് ഉദ്ദേശിച്ചത് ഗൈസ്. റോണി സ്റ്റേ. അപ്പം നമ്മൾ അതാണ് ഉദ്ദേശിച്ചത്. റോണിക്ക് പോലും അത് കേട്ട് ഗദ്ഗതം വന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഏത് പൊട്ടനും അറിയില്ല, ഇവർക്ക് വെറും ചിക്കൻ മന്തിന്റെ ആളാന്നൊക്കെ ലെവലിലാണ് ഓൻ മൂളുന്നത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടാൻ വേണ്ടി ഏറ്റവും ആദ്യമേ കൈ പൊക്കരുത്, ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് നോർമലി എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം? ഐഷു. അയ്യോന്ന് പറഞ്ഞ ടൈപ്പ് ഡ്രസ്സൊന്നും ഇല്ലല്ലോ. ആഗ്രഹിക്കുന്നതല്ല, എനിക്ക് കറന്റ്ലി അത് എനിക്ക് കുറച്ചും കൂടെ അമ്മക്കായി ചിലപ്പോൾ അത് മനസ്സിലായി. എന്നാൽ കൂടി ഞാൻ പറയുകയാണ്, എനിക്ക് കറന്റ്ലി എപ്പോഴും എനിക്ക് അതാണ് എൻ്റെ കംഫർട്ട് സോൺ, ആ ഒരു ഡ്രസ് ടൈപ്പ് ട്രഡീഷണൽ ലുക്ക്. ഓക്കെ, ഇത്രയും എക്സാമ്പിൾ പറഞ്ഞപ്പോഴാണ് ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ ലുക്കാണ് എനിക്കിഷ്ടം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലക്കി ആയിട്ടുള്ള പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ? ഓക്കെ, അതിന് ഉത്തരമേ ഇല്ല എന്നുള്ള ലെവലിലാണ് ഓൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഗൈസ്. പറഞ്ഞു എന്തുകൊണ്ട്, റീസൺ എന്റെ ഫോളോവേഴ്സിന് പറഞ്ഞു കൊടുക്കണം. ഹാർഡ് വർക്ക് വിജയിച്ചെടുക്കണം എന്നുള്ളൊരു ഹാർഡ് വർക്ക് ഓൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പൊ ഒരിക്കലും ഒരു ലക്കിയസ്റ്റ് ഗേൾ അല്ല. ഓക്കെ, ദെൻ ഭയങ്കര ഹാർഡ് വർക്കർ ആണെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. അവിടെ ഒരുത്തിക്ക് ഗദ്ഗതം മുട്ടിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അവസ്ഥയാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് യൂട്യൂബർ. അല്ല, അത് ശരിയാണോ തെറ്റോ? അത് ശരിയാ, കറക്റ്റ് ആൻസർ ഗൈസ്. കാരണം
ഞാൻ ഒരിക്കലും ഒരു ലക്കിയസ്റ്റ് ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ 4 നേരം ഫുഡ് അങ്ങനെയല്ല ആ ഒരു രീതിയിൽ എനിക്ക് പോകാൻ പറ്റും. കാരണം അതിനുള്ള എല്ലാം എൻ്റെ അച്ഛനും അമ്മയും എന്താ പറയുക എല്ലാം റെഡി ആക്കി തരുന്ന ആൾക്കാരാണ്. 4 നേരം ഫുഡ് കഴിച്ച് വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ഇരിക്കണം എന്നല്ല എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് സക്സസ് ഉണ്ടാവണമെങ്കിൽ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. 2 ശരി ഇരിക്കും, 2 ശരി അമ്മേന്റെ ഭാഗത്ത്, 1 ഇവിടെ ഭാഗത്ത്. നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല. 3 അല്ലല്ല 2 മോളെ. അതന്നെ 2 അമ്മേന്റെ 2 പോയിന്റ്സ് അമ്മയ്ക്കും 1 പോയിന്റ് ഐഷുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹോബി. ഐഷു അവക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആ കൈ വെക്കുക. പക്ഷെ അതിന് ശേഷം ആൻസർ അറിയില്ല. അതാ അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹോബി. ഫുഡ് ഉണ്ടാക്കാൻ അത് അത്ര താല്പര്യം അങ്ങനെ ഇല്ല. ഓപ്ഷൻസ് ഇല്ല. കഴിഞ്ഞ ഔട്ടായി. അമ്മ യാത്ര ചെയ്യാൻ. അതുമല്ല ഗൈസ്, 2 പേർക്കും ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ചിട്ട് എന്റെ ഹോബി മനസ്സിലാക്കാൻ പറ്റില്ല. തിന്നാൻ കിടന്നുറങ്ങുക അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്നു. എന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഹോബി എനിക്ക് റീൽസ് ചെയ്യാനാണ് ഇൻസ്റ്റഗ്രാമിൽ. അല്ലെ ഞാൻ യാത്ര അത് ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് ഞാൻ ആദ്യം പറയണം. എനിക്ക് റീൽസ് ചെയ്യാന്ന് വെച്ചാൽ എന്നെ, കാരണം ഇവർക്ക് എന്നെ അറിയാൻ ഞാൻ എപ്പം ടൈം കിട്ടുമ്പോഴും ചെയ്യുന്ന ഒരു സംഭവം. ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് ആകാൻ അത് എന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കറന്റ് എന്റെ ഫേവറേറ്റ് അമ്മ പറഞ്ഞ സംഭവം യാത്ര പോവാ ഫുഡ്. പക്ഷെ അത് ഓക്കെ, അത് ശരിയാണെങ്കിൽ കൂടി എന്റെ ഏറ്റവും ഇഷ്ടം ഉള്ളത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ കറന്റ് എന്ന് പറയണായിരുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി. ഈ ലോകത്ത് എനിക്ക് ആ വ്യക്തി കഴിഞ്ഞിട്ട് ആരും ഉള്ളൂ. ഐഷു. ഓക്കെ, ആദ്യം കൊടുക്ക ചാൻസ്. അമ്മ എന്താ പറയുന്നത്? അമ്മ ഇപ്പൊ കൊഴഞ്ഞു വീഴും. ആടി ആടി പറയടോ. സെൽഫായിട്ട് ഭയങ്കര വിശ്വാസമാണ് കഴിച്ചു. എന്റെ മോക്ക് ഞാൻ തന്നെ ഏറ്റവും ഇഷ്ടമുള്ളത്. അതിന്റെ ആൻസർ ഞാൻ ഇപ്പൊ പറയില്ല കഴിച്ചു. അതിന്റെ ആൻസർ അമ്മ തന്നെയാണ്. അമ്മ കഴിച്ചിട്ട് വേറൊരാള്. പിന്നെ അടുത്തത് ഐഷു പോലെ അമ്മ കഴിച്ചിട്ട് ഓള് പോലുള്ളൂ, അല്ല അച്ഛൻ പോലുള്ളൂ, റോഡി പോലുള്ളൂ എന്ന് അവർക്കറിയാം അമ്മ. പിന്നെ അടുത്തത് എന്നോട് നിങ്ങൾ എന്ത് പറഞ്ഞാലാണ് ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, അല്ലെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു സംഭവം. നിങ്ങളത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. ഓക്കെ, എന്താ എന്തെങ്കിലും പണി പറയുമ്പോൾ അതിന് എനിക്ക് പണ്ടേ പറയുമ്പോൾ ദേഷ്യം പിടിക്കുന്നു. അതല്ല ഉദ്ദേശിച്ച്. അച്ഛൻ വിളിക്കേണ്ട ഗൈസ്, 1 മിനിറ്റ് ഗൈസ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ല അതിപ്പോ കംപ്ലീറ്റ് പറഞ്ഞില്ല. ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു സംഭവം ഇവള് പറഞ്ഞ പണി പറഞ്ഞാലാണ്. അത് പിന്നെ പണ്ടേ എനിക്ക് പണി പറയുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. ഇനി അമ്മ, അതിന് കറക്റ്റ് ആൻസർ അതല്ല. അമ്മ പറയും. അമ്മ കൈ കൊണ്ട് അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് ഇറിറ്റേറ്റഡ്. അങ്ങനല്ല, ഒരു കാര്യമുണ്ട്, അത് ഭയങ്കര ഇറിറ്റേറ്റഡാ ഗൈസ്. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിൽ ഉൾക്കൊള്ളിച്ചത്. അത് ഇവര് പറയുമ്പോഴാണ് എനിക്ക് അത് ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. വേറൊരാൾ പറയുകയാണെങ്കിൽ അതല്ലേ ഞാൻ പൈസ അനാവശ്യത്തിന് ചെലവാക്കൂല. നമ്മള് 4 പേരും പുറത്തു പോകുന്ന സമയത്ത് ഞാൻ അവിടെ പൈസ നോക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. കയ്യിലുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് എങ്ങനെയായാലും ഞാനത് ചെലവാക്കും. പക്ഷെ അമ്മ പറയും അങ്ങനെ ആവരുത്, ഇങ്ങനെയാ. പക്ഷെ വേറൊരാൾക്ക് അങ്ങനെ പൈസ ചെലവാക്കാം, അല്ലെ വേറെ ആഭരണം വാങ്ങാൻ ചെലവാക്കുന്നുണ്ടോ? പക്ഷെ ഈ ആർക്കും ചെലവാക്കും, ആർക്കും ചെലവാക്കും. പക്ഷെ അതെപ്പോഴും പറയും എല്ലാവർക്കും ഞാൻ ചെലവാക്കും ഉണ്ടെങ്കിൽ ലാവിഷാണ്. ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഇറിറ്റേറ്റഡാ. ഇറിറ്റേഷൻ കയറാണ്ട് അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവലുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എനിക്ക് ഏറ്റവും ഇഷ്ടം ചായ ആണോ കോഫിയാണോ? കോഫി. കൈ പൊക്കിയ ശേഷം മാത്രം ആൻസർ ചെയ്യാം. കോഫിയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അപ്പൊ എനിക്ക് ഇത്രത്തെ ശരി ഓക്കെ. അമ്മക്കിപ്പം ഞാൻ പറഞ്ഞുതരാം. അത് നമ്മള് മറന്നു. ഫേവറേറ്റ് ഫുഡ് അമ്മയെ ശരിയാക്കി അമ്മ. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടൈപ്പ് ഡ്രസ്സ് ഐഷു ശരിയാക്കി. 1 എന്നെ കയ്യിൽ ഞാൻ ലക്കി ആയിട്ടുള്ള പേഴ്സൺ അത് അമ്മ, ഹാർഡ് വർക്കിംഗ്. പിന്നെ അതിൻ്റെ അടുത്ത് ചോദിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഹോബി ചോദിച്ച് അതും ഇവർ രണ്ടാളും ചോദിച്ചു. 2 ആൾക്കും പോയിന്റില്ല. 2 ആളും ഡിഫറെന്റ് ഹോബീസ് ആണ് പറഞ്ഞത്. പക്ഷെ അത് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേഴ്സൺ ഐഷു പറഞ്ഞു കറക്റ്റ്. പിന്നെ എന്നെ എന്ത് പറഞ്ഞാലും ഇറിറ്റേറ്റ് ആവുക എന്നുള്ളത് അതും ഇവർ 2 പേരും പറഞ്ഞത് തെറ്റാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീയോ കോഫി അത് അമ്മ പറഞ്ഞു കോഫി.
3 ഐശ്വര്യ 2 അമ്മയ്ക്ക് 3 ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനാണ്, അല്ലെ ഏത് കാര്യത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അല്ലെ പേടിക്കുന്നത് നിങ്ങൾ കണ്ടത്? ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും എൻ്റെ ലൈഫിൽ, അല്ലെ ടെൻഷൻ ആവുന്നത്, അതെന്താണ്? നിങ്ങൾ എന്നെ മനസ്സിലാക്കിയ ആൾക്കാരെ, നമ്മളൊരു പേഴ്സണെ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ ടെൻഷൻ എന്താ, അവരെ പേടി എന്താ എന്നുള്ളതായിരിക്കണം. എടോ ആൾക്കാർ ഇവർക്ക് പ്രാന്ത അവളത് പറഞ്ഞപ്പോഴേക്ക് ചിരിക്കാണ് പറയും ചിരിക്കുന്നത്. എന്തിനും നേരിടും. പിന്നെ അതല്ല അതന്നെ ധൈര്യം പറയാനല്ല. ഇനി ഇപ്പൊ ഞാൻ എന്തിനെങ്കിലും ഇപ്പൊ ലൈഫിൽ ഏതൊരു വ്യക്തിക്കും ഒരു പേടി ഉണ്ടാവും, എന്തിനെങ്കിലും എന്തായിക്കോട്ടെ. ഞാൻ പറയാം. അപ്പൊ അത് എന്താണ് ആ പേടി? അല്ല, പാസ്റ്റ് ആലോചിച്ചപ്പോഴാ പേടിച്ച്? ഒരിക്കലും പാസ്റ്റ് ആലോചിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ പേടിച്ചില്ല. പാസ്റ്റ് ആലോചിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ വിഷമിച്ചിട്ടുണ്ട്, പേടിച്ചിരുന്നില്ലെന്ന് വരെ. പിന്നെ അതുമല്ല, അത് അച്ഛന് സുഖമില്ലാത്തത് നമ്മളിങ്ങനെ നെഗറ്റീവ്സ് ആയിട്ട് നമ്മൾ മൈൻഡ് കൊടുക്കില്ല, പേടിയായിട്ട് കൊടുക്കില്ല. പേടിയായിട്ട് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് തന്നെ വരും. എന്താണ് അയ്യോ അതൊന്നും പറയില്ല. കുളിക്കാൻ കൂറിനെ കണ്ടാൽ ഞാൻ പേടിക്കും. അത് പിന്നെ പണ്ടേ ഉള്ളതാണ്. കുളിക്കാൻ കയറി ഒരു കൂറിനെ കണ്ടാൽ 3 ദിവസത്തെ കുളിക്കൂല. അത് ഞാൻ തന്നെ പറയും. കുളിക്കാൻ കയറി കൂറിനെ കണ്ടാൽ എനിക്ക് അത്രയും പേടിയായി. പാമ്പോ വല്ല സിംഹോ പുലിയോ, അല്ല പാമ്പിന് പേടിയോ വല്ല സിംഹോ പുലിയൊക്കെ വന്ന് നേരിട്ട് അടക്കം ഞാൻ കുളിച്ച് വരാതൊക്കെ പറയും. പക്ഷെ കൂറിനെ കണ്ടാൽ പറ്റൂല ഗൈസ്. അത് ആൻസർ ആണ്, കറക്റ്റാണ്. കൂറിനെ കണ്ടാൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതാണ്. അത് 2 ദിവസം നമുക്ക് കുളി ഒഴിവായി കിട്ടുന്നതാണ് മെയിൻ തീം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാളുടെ ക്വസ്റ്റ്യൻ വാർത്ത നോക്കാം, ആദ്യം ഓർമ്മ വെക്കാലോ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്, ഞാൻ ആ സോങ് ഇപ്പം തന്നെ ഇതിൽ വെച്ച് കേൾപ്പിക്കും. അല്ല, നിങ്ങൾ 2 ആളും ആൻസർ ചെയ്യണം. ആൻസർ ചെയ്ത സോങ് ഏതാന്നുള്ളത് ഞാൻ അങ്ങനെയല്ല. സോങ് ഞാൻ പറയാം, അത് തന്നെയാണോന്ന് അറിയില്ല. പക്ഷെ ഓരോരുത്തർ കൈ പോക്കണം, ആൻസർ ചെയ്യണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഓരോരുത്തർക്ക് ഓരോ ടൈമിലെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഓരോ സോങ് ഫേവറേറ്റ് ആവുന്നത്. അത് കറക്റ്റാണ്. പക്ഷെ ഇവള് ഞാൻ കണ്ടതിൽ ആദ്യം ഇപ്പൊ പാട്ട് പാടാൻ ഇഷ്ടമുള്ളതുകൊണ്ട് കൂടുതലും കേട്ട പാട്ട് മുൻപേ പാട്ടാണ് കേട്ടിട്ടുള്ളത്. അതാണ് കൂടുതൽ പാടും ചെയ്തു. പക്ഷെ എനിക്കറിയാതെ ഞാൻ പറഞ്ഞത് അതാണ്. ഏതാ അമ്മയോ? എനിക്കല്ല, ഹെഡ്സെറ്റ് ഇട്ട് കേൾക്കുന്നു. അത് ശരിയാ, 24 മണിക്കൂർ ഹെഡ്സെറ്റ് ഇട്ട് പാട്ട്. പിന്നെ ആദ്യമൊക്കെ അടിച്ചുപൊളി പാട്ട് വെച്ചെങ്ങാണ്ട് ഡാൻസ് അടിച്ച് കളിക്കുകയും അത് ഏതെങ്കിലും പാട്ട് പിടിപ്പോട്ട് ഈ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാർ എന്റെ ടേസ്റ്റ് അറിയാം. ഈ പാട്ട് എനിക്ക് ഒരു കാലത്തും അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്. പക്ഷെ ഒരു 2 ആളും പോയി എനിക്ക് പറയാനറിയാം. അങ്ങനെ അല്ലേ ഇപ്പൊ മാലയും വണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് കുറയാൻ എന്ന് ചോദിച്ചാൽ പൊട്ടിയതൊന്നുമല്ല, എക്സാമിന് വരാം 10ൽ മാർക്ക് കുറയും. കാരണം ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞങ്ങള് വിചാരിച്ച മാരട്ടെ, അമ്മയും ഞാനും ഒക്കെ വിചാരിച്ച, എനിക്ക് പിന്നെ അറിയാം എന്തായാലും അമ്മക്ക് വിചാരിക്കാൻ എന്റെ ഒരു പഠിപ്പനുസരിച്ച് വിചാരിച്ച മാരത്തൊരു മാർക്കല്ല ഞാൻ 10ാം ക്ലാസ്സിൽ ഏൺ ചെയ്തത്. അതിനൊരു റീസൺ ഉണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ മാർക്ക് കുറയാതെ. അത് പറഞ്ഞു. അത് ടിവിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പരിണയം എന്ന് പറഞ്ഞ പ്രോഗ്രാം. കല്യാണം കഴിക്കുന്നുള്ള ഒരു ഇതായിരുന്നു. ആരെയും കല്യാണം കഴിച്ചതുമില്ല. ആ പ്രോഗ്രാം ഇട്ട് സ്ലോപ്പായി. അത് കണ്ട് കാരണം എക്സാമിന്റെ അന്ന് രാത്രി വന്നാൽ പോലും ഇത് 2-3 മണിക്കൂർ ലോങ് പ്രോഗ്രാം. ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും. ഇപ്പൊ ഒരു 4-5 കൊല്ലമായി ഉണ്ടാവും. ഡിഗ്രി തന്നെ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറേ. ആ സമയത്ത് കഴിച്ച് ഞാൻ ആർക്ക് പരിണയം കണ്ടു എന്നിട്ട് ആ സത്യം പറഞ്ഞ മാർക്ക് കുറഞ്ഞത്. ഇല്ലെങ്കിൽ ഫുൾ A+ അല്ലേ പരീക്ഷന്റെ തലേന്ന് പോലും ഫുൾ A+ ഇല്ലെങ്കിലും ഒരു 8 A+ ഒക്കെ അവര് പ്രതീക്ഷ ചെയ്തില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റി ക്രഷ് ഉണ്ട് ആരാ? അയ്യോ, മലയാളം ഇവക്ക് എപ്പോഴും കൈ വെക്കുക മൈൻഡ് ഔട്ടായി. മലയാളം നാട ഹിന്ദി ടോവിനോ സ്ട്രൈറ്റ് ആൻസർ. അമ്മ ഏതെങ്കിലും പറയാവുന്നേ? കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ആസ്മി സംതിങ്ങില് ഇൻസ്റ്റയില് സ്റ്റോറി വെച്ചിട്ടോ. അത് വെച്ച് മാത്രല്ല
ഓക്കെ ഞാൻ ചിന്തയൊക്കെ നന്ന പറയാൻ വന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് മീ ഇൻ 3 വേർഡ്സ്. എന്നെ ഡിസ്ക്രൈബ് ചെയ്യാം, ഞാൻ എന്താണ് എന്നുള്ളത് ഒരു 3 വേർഡ്സിൽ അമ്മയും ഡിസ്ക്രൈബ് ചെയ്യാം, 3 വേർഡ്സിൽ ഐഷും ഡിസ്ക്രൈബ് ചെയ്യാം. ആ 3 വേർഡ്സ് ഇവർ തരുന്ന സമയത്ത് അതിൽ 2 ശരി, 3 അമ്മേൻ്റെ അടുത്ത് ഇപ്പോൾ 2 ശരി വേക്കി, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഐഷുവിൻ്റെ അടുത്ത് നീ എല്ലാം ശരിയാണെങ്കിൽ ആരുന്നാണോ കൂടുതൽ 3 വേർഡ്സിൽ ശരി വരുന്നത് ഓരോ അക്സെപ്റ്റ് ചെയ്യും. എന്താന്നുള്ളത് പറയാം. ഞാൻ എന്താണ്, ഞാൻ എന്നൊരു വ്യക്തി എന്താണ്, ആദ്യം അമ്മ പറയട്ടെ. ഞാൻ പറയാനാ 3 വേർഡ്സേ ഇങ്ങനെ വിവരിച്ച് ഇങ്ങനെ മറ്റേ കഥ എഴുതുന്ന വരുന്ന പോട്ടെ, അതെനിക്കറിയാം കഥയൊക്കെ എഴുതുന്നത്. എല്ലാവരും അന്ധമായി വിശ്വസിക്കും, ആരാ ശരി തെറ്റ് എന്ന് നോക്കാണ്ട് അവർ പറയുന്നത് അന്ധമായി വിശ്വസിച്ച് ഇതാക്കും. പിന്നെ എല്ലാവരെയും അമിതമായി വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടർ. പിന്നെന്താ പറയുക, പിന്നെ ഇച്ചിരി ദേഷ്യം പിടിക്കും, എന്തൊക്കെയോ അത് പറയും, പക്ഷെ മനസ്സിലൊന്നും കൊണ്ടടക്കൂല. എന്തൊക്കെ പറഞ്ഞാൽ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, എത്ര അടിച്ചാലും കുത്തിയാലും പിന്നെ അമ്മേന്ന് വിളിച്ചു വരും. അങ്ങനത്തെ ഒരിതാ. 3-മത്തെ വെച്ചാൽ എന്തോ ഇഷ്ടമാണ് എല്ലാവരെയും സഹായിക്കാനും ആവാനൊക്കെ. എനിക്ക് എത്രയും പൈസ ഉണ്ടെങ്കിൽ ഭയങ്കര ധ്യാനശീലുള്ള കുട്ടിയാണ്, പക്ഷെ അതിനുള്ള പ്രയത്നത്തിലാണ് ഉണ്ടെങ്കിൽ അവള് എല്ലാവരെയും സഹായിക്കാനും അതിനൊക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ എനിക്ക് പറയാം എന്തെങ്കിലും ഒന്ന് വെക്കും. ഗൈസ്, അപ്പൊ ഞാൻ എന്നുള്ള വ്യക്തി സത്യം പറഞ്ഞാൽ അതാണ്. ആ 3 വാക്കാണ് ഞാൻ എന്ന ആൾ. കാരണം എനിക്കറിയാം ഇവർക്ക് എന്നെ കുറിച്ച് ആ 3 വാക്കിലും പറയാൻ അതേ ഉള്ളൂ. കാരണം അത് തന്നെ എന്താ പറയാ, എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രൗഡാണ് അല്ലേ. അത് ഇവർ പറയാമെന്ന് വെച്ചാൽ അത് ഒരിക്കലും ഞാനത് പറയിപ്പിക്കാറില്ല. കാരണം 2 പേർക്കും ഒരേപോലത്തെ ഉള്ള ആൻസർ ആണ്. സോ അതിൽ ഞാൻ പ്രൗഡ് ചെയ്യുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, മൈ ഫ്യൂച്ചർ ഗോൾ. വെറും ബിസിനസ് എന്റർപ്രണർ ആവാന്നല്ല ഗൈസ്, ഒരു ഇതും കൂടെ ഉണ്ട്. ഹലോ, തികച്ചു പറഞ്ഞിട്ട് ക്യാമറയിൽ നിന്ന് പോയാൽ മതി. ഒന്ന് വെച്ചാൽ എനിക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ബ്യൂട്ടീഷ്യൻ ഉണ്ട്, ഇതില് എന്റർപ്രണർ ആയിക്കോട്ടെ, ഏതില്ലെങ്കിലും ഒന്ന് ആവട്ടെ എന്ന് കഴിച്ചിട്ടാ ഗൈസ്. അന്ന് അമ്മ പറയാം കറക്റ്റ്. അതന്നെ നല്ലൊരു ഒരു ബിസിനസ് ലേഡി ആവാൻ, അതായത് ഒരു ബിസിനസ്സിൽ വന്നിട്ട് ബ്യൂട്ടീഷ്യനിലാണെങ്കിലും ഒരു പവർഫുൾ ലേഡി ആവും. ആ ലേഡിക്ക് ഒരുപാട് മീനിങ് ഉണ്ട്. ലേഡിക്ക് ഒരുപാട് മീനിങ് വെച്ചാൽ ഒരുപാട് കോടികൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ആ ഒരു ബിസിനസ് എന്റർപ്രണറിന്റെ അർത്ഥം. എന്നാൽ കഴിയുന്ന ഒരു ഐഡിയാസും സിസ്റ്റവും മൈൻഡും ഒക്കെ വെച്ചിട്ട് എനിക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. ആ ടീമിനെ വെച്ചിട്ട് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എൻ്റെ അച്ഛനും അമ്മക്കും ഐശ്വര്യനൊക്കെ കുറേ ഡ്രീംസ് ഉണ്ട്. അതൊക്കെ എനിക്ക് സക്സസ് ആയി കൊടുക്കണമെങ്കിൽ ഞാൻ ഡ്രീം ടു ബി ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആയിട്ട് മാറണം. സോ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വല്ല പഠിച്ച പണിക്കും പോയാൽ പോരെ, അല്ലെ BA ഇംഗ്ലീഷ് അല്ലേ ഗൾഫിലേക്ക് പോയിക്കോ, കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ പോകുന്നില്ല? ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്ത് അല്ലെ റീൽസ് വ്ളോഗ് പുറമേ നിന്ന് ആൾക്കാർ കാണുന്ന സമയത്ത് ഫുള്ള് കറക്കം തിരക്കും. ഇവര് പണ്ട് തൊട്ടേ അങ്ങനെ പറയുന്ന ആൾക്കാരായതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് മൂവ് ചെയ്യാനും. അതുപോലെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, നമ്മള് ഈ ഒരു ഇത് പോവുക എന്താ കാരണം എല്ലാവരെയും അമിതമായി വിശ്വസിക്കുക. നമ്മൾ മുന്നോട്ട് ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് എന്നോട് പറയുന്നത് എനിക്ക് എന്ത് ബിസിനസ് വേണമെങ്കിൽ ചെയ്യാം, എന്ത് കാര്യങ്ങളും ചെയ്യാം, എന്ത് തന്നെ ആയാലും എനിക്ക് മുന്നോട്ട് പോകാൻ, ഞാൻ ഏത് കരിയർ ചൂസ് ചെയ്താലും ഇവരെ എൻ്റെ കൂടെ നിൽക്കും. പക്ഷേ ഇവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ എൻ്റെ ലൈഫിൽ അനുഭവം വെച്ചിട്ട് പറഞ്ഞാണ് ഒരാളെയും വിശ്വസിക്കരുത്. അച്ഛൻ എപ്പോഴും പറയുന്നതാണ് 100-ൽ 60 വിശ്വസിക്കുക, 40 ഒഴിവാക്കിയിട്ട്. അത് ആരാണെങ്കിൽ പോലും അതെൻ്റെ ലൈഫിൽ കിട്ടിയ അനുഭവമാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് നിങ്ങളെ ലൈഫിൽ ഉണ്ടാകുന്നത് അല്ലേ, ആ അനുഭവം അത്രയ്ക്കും പെയിൻഫുൾ ആണ്. അത് അനുഭവിക്കുന്നത് അവർ കണ്ടതുമാണ്. അപ്പം അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എൻ്റെ ഡ്രീം കാർ. BMW. ലക്ഷറി ഡ്രീം കാർ ഉദ്ദേശിച്ച ലക്ഷറി ഡ്രീം കാർ BMW. അമ്മ തന്നെ പക്ഷെ അത് എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇപ്പം എടുക്കണം എന്ന് ഫോക്കസ് ചെയ്തൊരു ഡ്രീം അല്ല. പക്ഷെ എൻ്റെ ഒരു 25-26 വയസ്സിൽ ഫോക്കസ് ചെയ്തൊരു ഡ്രീമാണ്. നമ്മളൊരു എയിം കൊണ്ടുപോകണ്ടല്ലോ. ഇപ്പം എനിക്ക് കറന്റ് എടുക്കണം, ഞാൻ എടുക്കും എന്ന് ഉറപ്പുള്ളൊരു കാറ്. സ്വപ്നത്തിൽ പോലും ഷിഫ്റ്റ് ഒന്നും വന്നില്ല. അതെ, കിയ സെൽറ്റോസ് ഞങ്ങൾ സ്വപ്നം കണ്ടൊരു കാറ്. അത് ആ സ്വപ്നത്തിന്റെ പുറകെ പോയപ്പോഴാണ് ഞങ്ങൾ എന്നൊരു കുടുംബത്തിന് ചെറിയൊരു വിള്ളല് വന്നത്. പക്ഷെ ആ വിള്ളല് ഇന്നിപ്പോ അങ്ങനത്തെ ഒരു വിള്ളലോ തള്ളലോ പിളറലോ ഒന്നും ഞങ്ങളെ ബാധിക്കുകയില്ല ഇനി. പക്ഷെ ആ ഡ്രീംസ് എവിടുന്നാണോ ഞങ്ങൾക്ക് നഷ്ടമായത്
അവിടെ നിന്ന് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ സക്സസ് ആവുകയും ചെയ്യും ഗൈസ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഈ ലൈഫിൽ എൻ്റെ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇത്രയും കാലത്ത് എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ ലൈഫിൽ വന്ന ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ആരെ മെൻഷൻ ചെയ്യും? ഫസ്റ്റ് ഐശ്വര്യ ഒന്നിച്ച്. ഇത്രയും കാലം ഇപ്പൊ അവരെല്ലാം ഇത് കഴിഞ്ഞ് എന്റെ കൂടെ നിൽക്കുന്നവരാണ്. അതെ, എൻ്റെ ലൈഫിൽ ഇപ്പം നമ്മളെ ലൈഫിലൊക്കെ പല ടൈപ്സ് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. ആവശ്യത്തിന് മാത്രം കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ എന്താ പറയുക വേറെ എന്തെങ്കിലും കണ്ട് ഇവൻ ഇനിയിപ്പോൾ എന്നോട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നി നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരല്ലാണ്ട് എൻ്റെ ലൈഫിൽ ഇത്രയും കാലം ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് കടന്നു വന്നിട്ടുണ്ട്, പോയിട്ടുമുണ്ട്. അപ്പം അതിൽ ഏറ്റവും ബെറ്റർ ദാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരാളെ പേര്? അമ്മക്കോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താവണം എന്നാണ് നിങ്ങളെ ആഗ്രഹം? ഈ മോളെ കാണിച്ച് ചിരിച്ച് പറയങ്ങോട്ട് ഞാൻ എന്താവണം എന്നാണ് ആഗ്രഹം. ആഗ്രഹം പറയൂ ചേച്ചി, എന്താവണം എന്ന് വെച്ചാൽ ഓള് പ്രത്യേകിച്ച് ഒന്നും ആയില്ലെങ്കിൽ ഒന്നുമില്ല, ഓളെ ഡ്രീം ഒക്കെ സക്സസ് ആവാൻ പറ്റട്ടെ, അത് മാത്രമേ ഉള്ളൂ അല്ലേ? അത് തന്നെ ഓളെ ആഗ്രഹം എന്താണ്, അതാവാൻ ശ്രമിക്കാന്നല്ലാണ്ട് നമുക്ക് എന്ന് പറഞ്ഞൊരു ഇതില്ലല്ലോ. ഒറ്റ ലൈഫ് അവളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് ജീവിക്കാം, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ അമ്മേൻ്റെ അടുത്ത് അമ്മ ഞാൻ ചെറുതാകുന്ന സമയത്തൊക്കെ അവള് എല്ലാ ഇലക്കും മരത്തിനും ഒക്കെ അടിച്ച് കണ്ട് ടീച്ചറാണ് നടക്കറിയുന്നു. അടിച്ചടിച്ച് പണിയാക്കുന്നുണ്ട്. എനിക്കിഷ്ടം അങ്ങനെയായിരുന്നു കേട്ടോ, പഠിച്ച് നല്ലൊരു ടീച്ചറാവാൻ. കാരണം എനിക്ക് കുട്ടികളെ അടിക്കാൻ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ദ്രോഹി ഈ ഒന്നും ടീച്ചർ ആവാൻ ഭാഗ്യെന്ന് അടിക്കാൻ വെച്ച് അങ്ങനെയല്ല, നല്ലത് പറഞ്ഞ് അടിച്ചിങ്ങനെ നേർവഴിക്ക് ആക്കാന്നുള്ള ആ ഒരു ഫോർമുല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടീച്ചർ ആവണം എന്നൊക്കെ വിചാരിച്ച് പണ്ട് നടന്നത്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഒരു 18 വയസ്സായപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ബോധം. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരു ടീച്ചറൊക്കെ ആയി പോയാൽ മാക്സിമം പോയി ഒരു 10-12 രൂപ സാലറി അതിൽ ഒതുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ എൻ്റെ ലൈഫ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു എൻ്റർപ്രനർ ആവണം ചിന്തിച്ചത്, എന്താണ് ബിസിനസ് എന്ന് മനസ്സിലാക്കിയിട്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി ആഴ്ചയിൽ സിനിമ കാണുന്നതല്ല, ഇത്രയും കാലം ഇഷ്ടം ഒരു ഓൾഡ് മൂവിയാണ്, എന്നാലും കുറച്ചും കൂടെ ഇമോഷണലി ടച്ച്ഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് മൂവി. ക്ലൂ ഒന്നും തരൂല. ഇങ്ങനെ സിനിമ ഞാൻ കൂടി കൂട്ടാണ്ട് പോയി കാണുന്നത്, അപ്പം പിന്നെ എനിക്ക് അത് പറയാതിരിക്കും. ഞാൻ കണ്ട ലാസ്റ്റ് മൂവി ഏതാ അതെങ്കിലും പറ. കൽക്കി അല്ല, അതിന്റെ ശേഷം ഞാൻ തിയേറ്ററിൽ പോയിട്ട് റിയാക്ഷൻ ഫോർ മദർ. അതെപ്പോഴായി പോയി കണ്ടേ? അല്ല കൽക്കിയല്ല, പിന്നെ ഇതിലിരുന്ന മരുഭൂമിയിലെ അതാണോ പൃഥ്വിരാജിന്റെ സിനിമ? ഇഷ്ടായ സിനിമ അല്ല, അടിജീവിതം മനസ്സിനെന്തോ ടച്ച് ചെയ്ത സിനിമ എന്നൊക്കെ പറഞ്ഞു. അതാ ചോദിച്ചു. മന്ദാകിനിയാ? ഞാൻ അവസാനം ഇവിടെ കൂടെ പോയി കണ്ടത് കളിക്കുക. നോക്കി അതല്ല ഗൈസ്, ഞാൻ പോയി കണ്ടത് ആ സിനിമേന്റെ പേര് സത്യം പറഞ്ഞു, ഞാനിത് മെൻഷൻ ചെയ്യാം അവിടെ. ആ ഫിലിമാണ് ഞാൻ കാണാൻ പോയത്. പിന്നെ ആ ഫിലിമിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഒരു നടൻ പുതിയ നടനാ, ഞാൻ അത് അയച്ചിടാം. പിന്നെ കില്ല് മൂവി കാണുന്നുണ്ടെങ്കിൽ ഗൈസ് അത് അടിപൊളിയാണ്. കുറെ ആൾക്കാർ തല ഇങ്ങനെ അടിച്ച് പരത്തി ഇങ്ങനെ തെറിപ്പിക്കുന്നതൊക്കെ അത് കാണണം. ഞാൻ അത് പോയി കാണണം. അടുത്ത ദിവസം എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതായിരുന്നു? പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, ഞാൻ ആ സബ്ജക്റ്റിൽ എന്തെങ്കിലും ആവണം എന്നൊക്കെ, അങ്ങനെ ആവും എന്നൊക്കെയായിരുന്നു അമ്മ വിചാരിച്ചത്. ആ സബ്ജക്റ്റ് ഏത്? സംസ്കൃത? ഐശ്വര്യ അല്ല, സോഷ്യൽ. എനിക്ക് ഹിസ്റ്ററി, സംസ്കൃതം കുറച്ചെടുത്തിന് അന്നപ്പം പറയുന്നു സംസ്കൃതത്തിന്റെ ഇതാവണമെങ്കിൽ സംസ്കൃതം മുന്നോട്ടെടുക്കണം എന്നൊക്കെ. പിന്നെ അതിൽ സംസ്കൃതത്തിൽ നിന്ന് പിന്നെ തെന്നി സോഷ്യലിലേക്ക് വീണത് എന്നോട് മറന്നുപോയി. പിന്നെ സോഷ്യലിന്റെ ടീച്ചറാണ്, പിന്നെ ഇതിലൊക്കെ സോഷ്യൽ എടുത്തു അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞതാ. മറ്റുള്ള ഒരുപാട് ഗേൾസ് ഉണ്ടല്ലോ നമ്മൾ കാണുന്നേ, മറ്റുള്ള ഗേൾസിനെ എന്നെ ഡിഫറെന്റ് ആക്കുന്ന ഒന്നെന്താ? ഹൈറ്റ്, വെയിറ്റ്. അത് കറക്റ്റ് ഗൈസ്. എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി
ഒരിക്കലും ഞാൻ ജീവിതത്തിൽ അത് മറക്കൂല, അങ്ങനത്തെ ഒരു മെമ്മറി. ഇവിടെ കൈപ്പൊക്കലൊക്കെ ലാസ്റ്റിലേക്ക് താഴ്ന്നു കഴിയും. ഓ ഉണ്ട് പറയുമ്പോൾ മാത്രം ഉണ്ട്. അച്ഛൻ മൊബൈൽ വാങ്ങി കൊടുത്തായിരിക്കും സസ്പെൻസ് ആയി. അതൊരിക്കലും ഞാൻ മറക്കൂല. ഫസ്റ്റ് ഞാൻ എത്രാം ക്ലാസ്സിലും പ്ലസ് 2 പഠിക്കുമ്പോ 10 കഴിഞ്ഞു. ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഇവക്ക് കഴിഞ്ഞ് ഫസ്റ്റ് ഫോൺ. അത് എന്റെ കയ്യിലിരിപ്പോണ്ടൊന്നല്ല, ഞാൻ ഇവിടെ അല്ലേ ഇത് പഠിച്ചത്. ഞാൻ പിന്നെ പഠിപ്പൊന്ന് തെന്നി മാറിപ്പോണ്ട എന്ന് വിചാരിച്ചു. ഓൺലൈൻ ക്ലാസ്, കൊറോണ വന്ന് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിട്ട് പോയി വാങ്ങി. ജൂൺ 1-ാം തീയതി ഞാനും അച്ഛനും മൈജിയിൽ പോയി വരി നിന്നെങ്ങാണ്ട് വാങ്ങിക്കൊണ്ട്. അന്ന് കൊറോണ വന്ന സമയത്ത് മൈജി ഫുള്ള് ക്ലോസ് ആ. പക്ഷെ ഇവര് കൊറോണന്റെ ആ സമയത്ത് ബാക്കിലെ ഡോറ് തുറപ്പിച്ചു പോയി എടുത്തു വന്നു. ആ ഒരു മെമ്മറി ഒരിക്കലും. അതും ഇവര് ഡയറക്റ്റ് വന്ന സമയത്ത് മൈജിന്റെ ഡോറ് തുറന്ന് എടുത്തു വന്നൊന്നും പറയില്ലേ. ബാക്കിൽ കൂടെ പോയല്ല, ആ സമയത്ത് മൈജിന്റെ ബാക്കിലായിരുന്നു ഡോറ്, അല്ലെ ഫ്രണ്ട് ഡോർ തുറക്കാൻ പറ്റായിട്ട് ഇതായിട്ട് ആള് തിങ്ങിയിട്ട് അല്ലെങ്കിൽ ക്ലോസ് ചെയ്താണ്. പിന്നെ പാപ്പൻ അറിയുന്ന ഒരാളുടെ വിളിച്ചു പറഞ്ഞു, ഹരീഷ് പാപ്പൻ അറിയുന്ന. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ അതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു മെമ്മറി, ഒരു സർപ്രൈസ് അച്ഛൻ തന്നിരുന്നു. അത് ലൈഫിൽ മറക്കാൻ പറ്റാത്ത. കാരണം ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഇവരച്ഛൻ ഇവർക്ക് രണ്ടാക്കും കൂടി ഞാൻ പറഞ്ഞ ഗൈസ്, ഞാനും ഐഷുവും കൂടെ പണ്ട് സ്കൂളിൽ പോയി വരുന്ന സമയത്ത് ഞങ്ങൾ ഒരു പഴയ സൈക്കിൾ കൊണ്ടുപോയി നടക്കല്. അപ്പൊ അത് എന്നും ചങ്ങലയായി. ബോയ്സ് ടൈപ്പ്. അത് എന്നും ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഒരു 10-12 പ്രാവശ്യം ചങ്ങലയായി. ഞങ്ങൾ അന്ന് അച്ഛനോട് വന്നാൽ അച്ഛൻ അത് ചങ്ങല കഴിഞ്ഞു. ഇപ്പൊ അവന്നിട്ട് അച്ഛൻ പോകുമ്പോൾ രാവിലെ ഇട്ടരും ടൈറ്റ് ആയിത്തരും, ജീപ്പ് വരെ നോക്കിക്കോ, ആടുന്ന് ഊരിയോന്നൊക്കെ നോക്കിന്ന് വരുന്നതാ. അങ്ങനെ ഒരു ദിവസം വന്നപ്പണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. ഈവനിങ് കയറിയ സമയത്ത് അകത്തുണ്ട് സൈക്കിൾ മൂടിയിട്ടിരിക്കുന്നു. നമുക്ക് സൈക്കിൾ മൂടിയിടുമ്പോൾ ഏകദേശം മനസ്സിലാവല്ലോ. അന്ന് നമ്മള് സൈക്കിൾ എടുക്കാണ്ട് പോയ ദിവസം. അന്ന് ഞങ്ങള് സൈക്കിള് പഞ്ചറായിട്ട് ആക്സിഡന്റ് പറ്റിയല്ലേ ഇഞ്ഞോ? അല്ല, എന്താണെന്ന് സൈക്കിൾ അന്ന് എടുക്കാണ്ട് വീട്ടിൽ വെച്ച് ഞങ്ങൾ നടന്നു പോയതിന് പഞ്ചറായപ്പോ എന്തോന്ന്. അങ്ങനെ വന്ന് നോക്കിയപ്പോ സൈക്കിള് മൂടി വെച്ചാണ്ട്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലായപ്പോ എന്താക്കി എടുത്തു മാറ്റുമ്പോൾ പഴയ സൈക്കിൾ തന്നെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഞങ്ങൾ എന്തിട്ടാണ് പറ്റിക്കല് ടീംസിനൊക്കെ പറഞ്ഞ അങ്ങനെ. പിന്നെ അത് വെച്ചപ്പോ ഏകദേശം ഒരു ക്ലൂ കിട്ടി, എവിടെയെങ്കിലും ഒരു പുതിയ സൈക്കിൾ ഉണ്ടാവും. കാരണം അച്ഛനല്ലാണ്ട് അങ്ങനെ പോയി നോക്കി. ഞങ്ങൾ ഫുൾ പരതല്. സാധാരണ ഞങ്ങൾ വന്നാല് വിശന്നിട്ട് കണ്ണ് കാണാണ്ടൊക്കെ പോയി അടുക്കളയിൽ എന്തുണ്ടെന്ന് നോക്കുന്നത് ഞങ്ങളാ. അന്ന് ഒരു ഫുൾ പരതല്. ഇതിന്റെ അവിടെ ഒന്നും കണ്ടില്ല. സ്റ്റെപ്പിന്റെ അടിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ അറിഞ്ഞില്ല. ആ ഒരു പിങ്ക് കളറ് ലേഡി ബേർഡ് സൈക്കിളിലെ. അല്ലാണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ രണ്ടാളും കൂടി തീരുമാനിച്ചാണ് സസ്പെൻസ് കൊടുക്കുക. പക്ഷെ അത് ഞാൻ പോലും അറിഞ്ഞില്ല. പിന്നെ അതുമല്ലാണ്ട് പിന്നെ ഒരു സർപ്രൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് കൃഷ്ണഗിരിയിൽ വന്നിട്ട് അമ്മ സ്വർണം വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് ലൈഫിൽ വിചാരിക്കേ ചെയ്തിട്ടോ. ചെയിനൊക്കെ കിട്ടിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്കൂൾ ലൈഫ് ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫാണോ? സ്കൂൾ ലൈഫ്. എന്താ അങ്ങനെ പറയാൻ റീസൺ എന്താ? സ്കൂൾ ലൈഫ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് കൈയൊന്നും പൊക്കുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും കൂടുതൽ കോൾ ചെയ്തിരിക്കാനാണോ ഇഷ്ടം അല്ലെ ചാറ്റ് ചെയ്തിരിക്കാനാണോ ഇഷ്ടം? കോളിങ് ഏതാ പറയും? ചാറ്റിങ് കോളിങ് ഏതാ? അയ്യോ, ഇവർ എന്നെ രണ്ടാളും കൂടെ ഇപ്പൊ പറഞ്ഞതാക്കല്ലോ. ഞാൻ പറയും ചാറ്റിങ് അതിൽ ഞാൻ പ്രാവീണ്യം നേടിയാണ്. കാരണം വർക്ക് അതാണ്. അപ്പൊ അമ്മയ്ക്കൊരു നാളെ ഞാൻ വരാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നോക്കി നോക്കി വരാന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ പടപടാന്ന് പറഞ്ഞ ഫോൺ അവിടെ വെച്ച് പോയിട്ടുണ്ട്. അപ്പൊ അതാണ് എന്റെ ഒരു ടൈപ്പിംഗ് സ്കില്ല് ഗൈസ്. കോളിംഗ് ആണ് സത്യം പറഞ്ഞത് അല്ലേ? കാരണം രാവിലെ തുടങ്ങിയൊക്കെ വൈകുന്നേരം വരെ സംസാരിച്ചിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എത്ര നേരം വേണമെങ്കിലും 24 ചോറും വേണ്ട, ചായയും വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. അപ്പുറത്തുള്ളവരും ഇങ്ങോട്ട് സംസാരിക്കാൻ ഇവിടെ ഇരിക്കുന്നവർക്ക് അവിടെ വരെ കേൾക്കാനുള്ള സൗണ്ടിലേക്ക് സംസാരിക്കുകയും ചെയ്യാം. ഇവർക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ്. അച്ഛനെ പോലെ തന്നെ സംസാരിക്കണ്ട. അതേപോലെ 500 രൂപ എന്റെ ഗൂഗിൾ പേ ചെയ്യണം. അല്ല, ഇതിപ്പോ എങ്ങനെയൊക്കെ 500 ഷെയർ ഇട്ടോ ഗൈസ്. എന്റെ 500 പോവും. ദെൻ ഗൈസ് എന്റെ 500-നുള്ള പ്രയത്നത്തിലാണ് ഇവര്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ഇവർക്ക്. ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ആകാംക്ഷഭരിതമായി എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവരോട് ചോദിക്കാൻ പോകുന്നത്. ഗൈസ്, ആർ യു റെഡി ഗൈസ്? യെസ്. എനിക്ക് ലവർ ഉണ്ടോ?
അമ്മ നാളെ എല്ലാത്തിനും ഇങ്ങനെ ഇതിങ്ങനെ ഒടിഞ്ഞൊക്കെ കുത്തി എന്താന്ന് മനസ്സിലായില്ല. ഓക്കെ, ഞാൻ ലോക്കിയത് ആരാണ് എന്റെ കാമുകൻ എന്നാണ് പലർക്കും അറിയേണ്ടത്. അത് ഞങ്ങൾ പാർട്ട് 2 കൊടുക്കാം, ഒരു ലോങ് വീഡിയോ. ആരാണ് എന്റെ കാമുകൻ? അപ്പൊ ഓക്കെ, പറഞ്ഞോളൂ. എന്താണ് നിങ്ങളെ രണ്ടുപേരും ആരാന്ന് നമ്മളിപ്പോ പറയണ്ടല്ലേ, പിന്നെ പറയാ. എന്താ പറയുന്നത്? പറയും. ആരാ കൈ പൊത്തിയ? ഞാനാ പൊക്കിയത്. എന്നാ പറഞ്ഞു. നോ ഗൈസ്. നോ ഗൈസ് എന്ന് പറയുന്ന ഒരാളൊന്നും ഞാൻ പരിചയപ്പെട്ടില്ല. അമ്മേന്റെ ഇതെന്താ? ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതില്ല. ഇനി മുന്നോട്ട് ഉണ്ടാവും ഞങ്ങൾക്ക് അറിയില്ല. എന്റെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അല്ലേ, അത് ഞാൻ ഒരു നാണോ മാനില്ലാണ്ട് പറയാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. എന്റെ ലൈഫിൽ 2 പ്രേമങ്ങൾ ഉണ്ടായിരുന്നു. 2 പ്രേമം. ഞാൻ അന്തസ്സായിട്ട് പറയാം, 2 പ്രേമം ഉണ്ടായിരുന്നു. ഒന്ന് ചെറുപ്പത്തിൽ കഴിഞ്ഞു, ഒന്ന് കുറച്ച് വലുതായപ്പോൾ. ഇവക്ക് ചെറുപ്പത്തിൽ ഇവക്ക് ചെറുപ്പത്തിൽ ഇത് തന്നെയായിരുന്നു പണി. അപ്പം അതായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയേണ്ട റിപ്ലൈ. വിവരം വെച്ച് അന്ന് എനിക്ക് വിവരമില്ലാത്ത പ്രായത്തിൽ പലതും ചെയ്യും. അതിപ്പം ഞാനല്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. വിന്നറെ തെരഞ്ഞെടുക്കണം ഗൈസ്. അപ്പൊ ആരാണ് ഇതിൽ വിന്നർ? കൈ വെക്കുന്നതിന് ആൻസർ കൈ വെക്കൽ ഒരുമിച്ചാൽ മതി. അപ്പൊ ഇതിലാരാ വിന്നർ ആയിരിക്കണം? അവിടെ ഒരു 500, ഇവിടെ ഒരു 500. അത് നല്ല കഥ. എവിടെ 500 അവിടെ 500. പറയാ ആരാ വിന്നർ ആയത്? വേണ്ട, അങ്ങനല്ല. അമ്മക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കേട്ടെ. അമ്മക്ക് ഞാൻ വിട്ടിക്കുന്ന സങ്കടം ഉണ്ടോ? എന്റെ അമ്മേ, രണ്ടുപേരും നെഞ്ഞു പൊട്ടത്. ഇവളെ ക്വസ്റ്റ്യൻ ഗൈസ് ലാസ്റ്റ്. ഇവള് ട്രിവാൻഡ്രത്ത് പോവാണ് നാളെ നൈറ്റ്. നമ്മളെല്ലാരും പോകുന്നുണ്ട് ഗൈസ് ട്രിവാൻഡ്രത്ത്. അപ്പൊ ഇവളങ്ങനെ പൊച്ചൊക്കെ നമ്മൾ പറഞ്ഞേക്കില്ല. നമ്മളവിടെ കൊണ്ടുപോയി പേടിച്ചിട്ടൊന്നുമില്ല. എനിക്കൊരു വ്ളോഗൊക്കെ കിട്ടുള്ളത് വെച്ചിട്ടാണ് ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്നത്. വർക്ക് പോലും മാറ്റി വെച്ചിട്ട് ഗൈസ്. അപ്പൊ രണ്ടുപേർക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ 2 പേർക്ക് സങ്കടം ഉണ്ടോ ഇല്ലേ? സന്തോഷം സന്തോഷം. അതിന്റെ ഒരു അഭിപ്രായം. ഞാൻ ഇവിടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സത്യമാണെങ്കില് ചിരി വന്നിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ കുറെ കാലം ഇവിടെ ഞാൻ അമ്മയോട് ഇന്നലെ കൂടി പറഞ്ഞുള്ളൂ, പണ്ടാരത് പോയിനെങ്കിൽ. ഞാൻ കുറെ കാലം നാട്ടിൽ പഠിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നാട്ടിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയത്. അതിന് ഇനിയിപ്പോ പോകുമ്പോഴും ഉള്ളൊരു മൊത്തത്തിലുള്ളൊരു കാര്യം. മൊത്തത്തിലുള്ള കാര്യം ഫസ്റ്റ് അമ്മ പറഞ്ഞു. ആദ്യം അമ്മക്ക് നല്ല വിഷമം വരും. രാത്രി വെട്ടാൻ വേണ്ടി ഓൽമെന്റ് കൊണ്ടുവരും. ഇതൊന്നും പറ്റില്ല. അതന്നെ, അമ്മക്ക് എന്നും ഓയിൽമെന്റ് പറ്റി കൊടുക്കുന്ന ഒരാളാണ്. പുറത്ത് തന്നെയല്ലേ അതും. അമ്മക്ക് എന്നും ഓയിൽമെന്റ് പുരട്ടുന്ന ഒരാള് ഐശുവാണ്. അപ്പൊ അതുകൊണ്ട് അമ്മക്ക് ആ ഒരു സങ്കടം ഉണ്ടാവും. എനിക്ക് ഓയിൽമെന്റ് ഒന്നും പറ്റാനില്ല, ഞാൻ ഫുൾ ബോഡി ഓക്കെ ആയതുകൊണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സങ്കടം ഉണ്ടിട്ടോ. പക്ഷെ അത് കാണിച്ചാൽ കുറച്ച് അധികമായി. നല്ല സങ്കടം ഉണ്ട്. കാരണം ഓള് കൊറേ കാലത്തിന് ശേഷം കൊറേ ഗ്യാപ്പിൽ വീട്ടിൽ നിന്നില്ലെങ്കിൽ ഓൾ എപ്പോഴും പുറത്ത് തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ പുറത്ത് പോയൊരു 1 ഇയർ 2 ഇയറിലെ എവിടെ തന്നെ നിന്നില്ലേ. അപ്പൊ ആ സമയത്ത് നല്ല വിഷമമുണ്ട്. പക്ഷെ ഓളെ കരിയർ നിന്നേനല്ല പോകുന്നതിന്. പക്ഷെ ഓളെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിൽ എനിക്കൊരു വിഷമമില്ല. കാരണം ഓള് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനറും ഭാവിയിൽ നമുക്കൊരു അടിപൊളി ജിമ്മൊക്കെ ഓപ്പൺ ആക്കാനുള്ളതാണ് നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ. അപ്പം അതിനൊക്കെ ഉള്ള എല്ലാ ആശീർവാദവും ആശംസകളും ഒക്കെ ഞാൻ പോകുമ്പോൾ കൊടുക്കും. എന്നിട്ട് തിരിച്ച് എന്നിട്ട് എന്താ പറയുക, ഭാവിയിൽ എനിക്ക് നല്ല പൈസയൊക്കെ ഇങ്ങനെ കടം തരും, ബിസിനസ്സൊക്കെ ചെയ്യാം. അതിനാണ് പിന്നെ ഞാൻ വിടുന്നത് ഗൈസ്. എനിക്ക് റോളിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഓരോന്ന് തരിക. പിന്നെ അച്ഛനെയും അമ്മയെയും നല്ല നോക്കുക. എന്നെ നോക്കിയില്ലെങ്കിലും ഓരോ നോക്കുക അല്ലേ. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇത്. പിന്നെ ഓളെന്നെ എന്താ പറയുക, ഓള് കുറച്ചും കൂടെ പ്രാപ്തിയായി ഫിനാൻഷ്യലി സെക്യൂർ ആയിട്ട് ഓൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് കല്യാണം കഴിക്കട്ടെ. നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മളത് നടത്തി കൊടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം അതൊക്കെയാണ് ഓളെ കാര്യങ്ങൾ അല്ലേ. അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി കെട്ട് കഴിഞ്ഞ്. അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ കെട്ടാനും ഫ്യൂച്ചർ ആവാനൊന്നും പോകാനില്ല. ആള് പോസ്റ്റ്പോണാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പം അമ്മയ്ക്കാണ് നമ്മൾ പേയ്മെൻറ്റ് സെൻഡ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി എൻ്റെ പേയ്മെൻ്റ് ഉള്ള ഫോണ് അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ അതൊന്ന് പേയ്മെന്റ് ചെയ്തിട്ട് അമ്മ റിവ്യൂ പറയട്ടെ ഞാൻ അയച്ചോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ ഗൈസ്. അയ്യോ ഞങ്ങളുടെ ഇളയ തന്നാലും ഗൈസ്. അപ്പം ഞാൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, അമ്മക്ക് കാണിച്ചു തരാം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറയും എവിടെ വന്നിട്ടേ ഇല്ലല്ലോ എന്നൊക്കെ പറയും. ഗൈസ് നിങ്ങളും കൂടെ തെളിവ് വേണം. എവിടെ ഇതില്ല ഗൂഗിൾ പേ ഫോട്ടോ എടുത്തോ കംപ്ലൈന്റ് കൊടുക്കാം. എല്ലാവരും ഗൂഗിൾ പേ കുട്ടിക്കൊടിയേ അതാ അമ്മക്ക് വെച്ച ഗൈസ് അതിന്റെയും കൂടെ പൈസ അല്ല ഗൈസ്. ഞാനിതാ 500 രൂപ ടൈം ഇതാ 4:20 PM സെൻഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഞാൻ 500 രൂപ സെൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഇളയ പുത്രൻ. കടിക്കല്ലോ പട്ടി.
ഇളയ പുത്രൻ റോണി. ഇവന് പെട്ടെന്ന് ഉമ്മ വെക്കണം. പെണ്ണുങ്ങളെ കണ്ടാൽ പെട്ടെന്ന് ഉമ്മ വെക്കുക. അതാണ് അവന്റെ ഏറ്റവും വലിയ സുഖം. എന്താണെന്ന് അറിയില്ല, ഇവിടെ ആർക്കും ഇങ്ങനത്തെ ഒരു സ്വഭാവം കല്യാണം നോക്കുന്നുണ്ട്. പേര് റോണി. നാളെ വരെ കണ്ടെത്തി. 1.5 വയസ്സ്. അപ്പം 1.5 വയസ്സൊന്നുമില്ല, 2 വയസ്സായ 2 വയസ്സ്. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഈ ബോന്ത് കണ്ട് ഇഷ്ടപ്പെടുന്ന പട്ടികൾ ക്രോസ് ആണ്. അതുപോലെ ഏതെങ്കിലും നാടനുണ്ടെങ്കിൽ ഇങ്ങോട്ട് പാഴ്സൽ ഒന്നും അയക്കണ്ട. ഞങ്ങള് എന്താ പറയാ, ഞങ്ങൾ ആദ്യം വന്ന് ഇഷ്ടപ്പെടും, ഫാമിലി മൊത്തം വരും. എന്നിട്ട് വന്നിട്ട് ഞങ്ങള് ചായ കുടിച്ച് ഓക്കെ ആവാണെങ്കിൽ മാത്രം ഞങ്ങള് ഓക്കെ പറയും. ഓക്കെ ഗൈസ്, മാളു സ്റ്റോറീസിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.